നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് റയർ റീൽസ് ചാനലിലെ സന്ദീപിനെ പോലീസ് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ഈ ന്യൂസ് കേട്ട് കാണും. സത്യത്തിൽ എനിക്കിത് നേരത്തെ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴാണ് സമയം കിട്ടിയത്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, പല വീഡിയോസിലായിട്ട് കണ്ടതാണ്. അവിടെ പലരും വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്നത്. ഇന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു കഥ പറഞ്ഞു ആ ചാനലിൽ കൂടി. ആ കഥ മറ്റാരെയോ കുറിച്ചാണ് എന്ന് മറ്റുള്ള യൂട്യൂബേഴ്സ് എതിർകക്ഷിയായ ആളിനെ ധരിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ആ വീഡിയോ ഇടയ്ക്ക് കാണുന്നതാണ്. പുള്ളി പറയുന്ന കഥകൾ കേൾക്കാറുണ്ട്. ആ കഥകളിലൊന്നും ഇന്ന ആളാണ് എന്ന് പുള്ളി മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. പക്ഷെ അതിന് മുമ്പുണ്ടായ വിഷയങ്ങൾ, അതിന് മുമ്പ് ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചെയ്ത വീഡിയോസും എല്ലാം കൂടെ താരതമ്യം ചെയ്ത് ഇത് ഈ പുള്ളിയാണെന്ന് തന്നെ പലരും ധരിപ്പിച്ചു എന്നുള്ളതാണ്. പ്രത്യേകം ഓർക്കണം, ആ കഥയിൽ മറ്റൊരാളെയും മെൻഷൻ ചെയ്യുന്നില്ല, ഒരാളുടെ പേര് പോലും മെൻഷൻ ചെയ്യുന്നില്ല. ഈ പറയുന്ന വ്യക്തി കൊണ്ടുപോയി കേസ് കൊടുത്തു. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ഞാനിത് അറിഞ്ഞതാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇതിന് കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. രാത്രി ആയപ്പോഴാണ് ഒരു ചാനൽ അത് ഇട്ടിരിക്കുന്നത് കണ്ടത്, സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പം രാത്രി 1:30 2 മണിയോ, എനിക്ക് അത്രയും ഓർമ്മയില്ല എത്ര മണിയാണെന്നുള്ളത്. ഞാൻ പലരുടെയും പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ അവിടെ പടക്കം പൊട്ടിയിലാണ് നടക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു പിടികിട്ടാ പുള്ളിയെ പിടിച്ചോണ്ട് പോയിട്ട് ആ പിടിച്ചോണ്ട് പോയ സന്തോഷത്തിൽ പടക്കം പൊട്ടിക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. എന്നാൽ ഇതൊരു സൈബർ കേസാണ്. ആ കേസ് നമ്പർ ഒരു ചാനലിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണ് എന്നുള്ളത്. പിന്നെ വേണമെങ്കിൽ റിമാൻഡിലും വിടാം. പോലീസുകാർ വിചാരിച്ചാൽ വേണമെങ്കിൽ റിമാൻഡിൽ വിടാം. അതിനകത്ത് കുറെ വകുപ്പുകളും ഒക്കെ ചേർത്തിട്ട് വിടാം. പക്ഷെ ഇത് സ്റ്റേഷൻ ജാമ്യമാണ്. സാധാരണ ഇത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കേസ് തന്നെയാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മറ്റുള്ള പ്രൊഫൈലിൽ ഭയങ്കര പടക്കം പൊട്ടിയും ഭയങ്കര സന്തോഷമൊക്കെയാണ്. ഈ രേണുസുതിയുടെ ഒരു പോസ്റ്റിലാണ് ഈ സന്തോഷ പ്രകടനങ്ങളൊക്കെ നടന്നത്. അപ്പൊ കുറച്ചു പേര് വന്ന് അതിനകത്ത് കമന്റ് ചോദിക്കുന്നുണ്ട്, ഇതിന് രേണു എന്തിനാണ് സന്തോഷിക്കുന്നത്, ഇത് അച്ഛന്റെ കേസല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് തലപോകുന്ന കേസ് കേട്ടൊന്നുമല്ല. അപ്പൊ ഇന്ന് ആ വെളിയിൽ വരാൻ നേരത്ത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ഷെഫീന ബീവിയുമായിട്ടുള്ള ഒരു വീഡിയോ. ഷെഫീന ബീവി ഇന്നലെ രാത്രി മുതൽ ഈ കേസിന് പുറകിലുണ്ട് എന്നാണ് അറിയുന്നത്. സന്ദീപിനെ ഇറക്കുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. ഒരു വിഷയം വന്നപ്പോൾ എന്തായാലും അവിടെ ഷെഫീന ബീവി അവിടെ ഓടിയെത്തി അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണമല്ലോ. ഈ ഒത്തൊരുമ ഉണ്ടെങ്കിലല്ലേ എല്ലായിടത്തും നിൽക്കാൻ പറ്റൂ. അത് ഷെഫീന ബീവി പറയുന്നുണ്ട്. ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ മറന്ന് അവര് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പൊ ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയായിട്ട് മാറിയിട്ടുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ്, ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ. എന്നുവെച്ചാൽ ആരെങ്കിലും കുറിച്ച് വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ജഗ പോകുകയാണ്. അകത്തിടണം അത്രേ ഉള്ളൂ. വിമർശിക്കാൻ പാടില്ലേ? മാന്യമായ രീതിയിൽ നമുക്ക് ആരെയും വിമർശിക്കാം. ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്റെ പല വീഡിയോസും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ വീഡിയോസിൽ വന്നിട്ട് ഞാൻ ഒരാളെ കുറിച്ച് ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി സംസാരിക്കുകയൊന്നും ചെയ്യത്തില്ല. നമുക്ക് കിട്ടുന്ന വീഡിയോയിൽ നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കാം, ആ രീതിയിലാണ് ഞാൻ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് എന്റെ വിശ്വാസം. ചിലർക്ക് സപ്പോർട്ട് ചെയ്യും, ചിലരാണെങ്കിൽ നെഗറ്റീവ് പറയും. അത് നമുക്ക് വിഷയമല്ല. 2-3 വിഭാഗങ്ങളുണ്ട് നമ്മുടെ യൂട്യൂബിൽ. എന്നുവെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും, വിമർശിക്കുന്നവർ കാണും, ഇതിന്റെ രണ്ടിൽ നടുക്ക് നിൽക്കുന്നവരും കാണും. അപ്പം വിമർശനങ്ങളെ വരെ നമ്മൾ നേരിടാൻ റെഡി ആയിരിക്കണം ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ. ചുരുക്കം പറഞ്ഞാൽ ഞാനിത് വലിയ ലെങ്തി ആയിട്ട് ഈ വീഡിയോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇനി എന്തായാലും കോടതിയിലേക്ക് കേസ് പോകും. FIR ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കേസ് കോടതിയിലേക്ക് പോകും. അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാകും. കൂടുതലും കേസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസിൽ പോവുകയെ ചെയ്യത്തുള്ളൂ. ഓരോരുത്തരുടെ പ്രൊഫൈലൊക്കെ വന്ന് സന്തോഷ പ്രകടനവും ചിലര് വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ സത്യമായിട്ട് വിചാരിച്ചു കേട്ടോ, 6 മാസത്തേക്ക് പുറത്തിറങ്ങാത്ത എന്തോ ഒരു വലിയ മാരക കുറ്റം ചെയ്ത പോലെയാണ് പുള്ളി അവിടെ ചിത്രീകരിച്ചത്. ആ FIRന്റെ കോപ്പി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇത്രയുള്ള കേസാണ് എന്നുള്ളത്. ഈ കേസ് കൊടുത്തവരെ പറ്റിയും അതിന് മുമ്പുള്ള വിഷയങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ടാവും. നമ്മൾ ഈ വേണുവിന്റെ കേസ് കേട്ട് സത്യം പറയാമല്ലോ, നമ്മൾ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, നമുക്ക് വേണ്ട. കാരണം മറ്റൊന്നുമല്ല, ഈ രേണുസുതിയെ ഇത്രയും ആക്കിയത് ഈ പറയുന്ന ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഉപദേശമായിട്ടൊന്നും വെക്കണ്ട. ഞാൻ വലിയ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ ഒന്നും അല്ല, വലിയൊരു ഇൻഫ്ലുവൻസറും അല്ല. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ രേണുവിന്റെ കണ്ടന്റ് നിങ്ങളെ ആര് പ്രകോപിപ്പിച്ചാലും, നിങ്ങളെ ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇത് എടുക്കാതിരിക്കാമോ? നിങ്ങൾ അതിന് മറുപടി കൊടുക്കാതിരിക്കാമോ? താനെ നിന്നോളൂ. എന്താ വെച്ചാൽ ഇവരെ കൊണ്ടുവന്ന് ഇത്രയും ആക്കിയതാരാണ്? ഇവിടുത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോടായിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കണ്ടന്റ് എടുക്കാതിരിക്കുക. ഇവരിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റുള്ള ചാനലുകാര്, രേണുസുതി ആയിക്കോട്ടെ, രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ടവരെ ആയിക്കോട്ടെ, അവരെല്ലാം ഈ കിച്ചുവിന്റെ പേര് അവിടെ എടുത്തിടും. എന്തിനാന്ന് വെച്ചാൽ അവർക്കറിയാം രേണുവിനെ ബന്ധപ്പെട്ടവരാണെങ്കിലും രേണു ആണെങ്കിലും
ആണെങ്കിലും കിച്ചുവിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു മറുപടി പറയും. അതിൽ പിടിച്ച് കടിച്ചു തൂങ്ങി ഈ റിയാക്ഷൻ വീഡിയോസുകാർ അതെടുത്ത് റിയാക്ട് ചെയ്യും. അപ്പോഴും രേണു അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, നമ്മൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അതുപോലെ അങ്ങ് മാഞ്ഞങ്ങ് പൊയ്ക്കോളും. നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും. ഇവരുടെ കൂടെ നിൽക്കുന്നവർ തന്നെ അവരുടെ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടിയിട്ട്, എന്താ ഈ കൂടെ നിൽക്കുന്നവരുടെ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഓരോന്നിട്ട് തരും. അപ്പൊ അതിനുള്ള മറുപടി ആര് പറയും? ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന റിയാക്ഷൻ വീഡിയോക്കാർ പറയും. അതിന് മറുപടിയായിട്ട് അവർ പിന്നെയും വീഡിയോ ചെയ്യും. അവർ വീഡിയോ ചെയ്യുമ്പോൾ അടുത്ത് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പം ഇത് കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അവസാനം വരുന്നത് എന്താണ്? രേണുവിന് എഗൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ രേണു ഇങ്ങനെ തെറ്റുകളാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മളൊരു പ്രൂഫ് കാണിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും ആരും അംഗീകരിക്കത്തില്ല. അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗമുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗമായിട്ട് തിരിയും. എന്നിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ നെഞ്ചത്തോട്ടായിരിക്കും എല്ലാവരും കയറുന്നത്. ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവര് രേണുവിന് അനുകൂലമായിട്ട് ചെയ്യുന്നവരും ഉണ്ട്, രേണുവിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം രേണുവിന് അനുകൂലമായിട്ട് ചെയ്യുന്നവർക്കറിയാം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇത്രയും റീച്ച് ആവും, നമ്മുടെ ചാനൽ ഇത്രയും റീച്ച് ആകും, അതിൽ കൂടി നമുക്ക് ഫേമസ് ആകാമെന്ന് പറഞ്ഞ് കുറച്ച് പേരുണ്ട്. അപ്പം ഇവരുടെ ഇത് കേൾക്കുമ്പം ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന അവരെന്ത് ചെയ്യും? ഇതിന് പക്കായിട്ട് മറുപടി കൊടുത്തു തുടങ്ങും. ഈ മറുപടി കൊടുത്ത് അവർക്കറിയാം നിങ്ങൾ മറുപടി പറയുമെന്നുള്ളത്. ആ മറുപടി പറയുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും? അതെടുത്ത് റിയാക്ട് ചെയ്യും, തിരിച്ച് ഇവിടെ റിയാക്ട് ചെയ്യും. അങ്ങനെയാണ് അവര് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു ഉപദേശമോ അല്ലെങ്കിൽ ഞാൻ വലിയൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളോ ഒന്നും അല്ല. എനിക്കിത് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും റെയർ റീൽസിലെ സന്ദീപ് എടപ്പാള്, ഞാൻ ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോഴേ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചു ഇനി വേറെ എന്തെങ്കിലും കേസ് കെട്ടാണോ, എന്താ വിഷയം എന്നറിയത്തില്ല. സാധാരണ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് അവിടെ കാര്യങ്ങൾ സംസാരിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിൽ വിടുകയൊക്കെയാണ് ചെയ്യുന്നത്. വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഇതിനകത്തുണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതൊന്നുമല്ല. എനിക്ക് ആ ഇത് FIR കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതിന്റെ കാര്യമാണ്. അത് ഇത്രയ്ക്കിത്ര അത് സൈബർ കേസാണ്. അത് നമുക്കറിയാം ഇത് എവിടെ വരെ പോകുമെന്നുള്ളതും. ഇത് ലാസ്റ്റ് ഒരു കോംപ്രമൈസിലൊക്കെ അതങ്ങ് പോകും. നമ്മൾ ഈ സോഷ്യൽ മീഡിയ, ഞാനും സത്യം പറഞ്ഞ ഇന്നലെ രാത്രിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തൂക്കിക്കൊല്ലാൻ പറ്റുന്ന വല്ല വകുപ്പ് വല്ലതും ചേർത്തിട്ടൊക്കെയാണോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ അതുപോലുള്ള വിമർശനങ്ങളായിരുന്നു ഈ സോഷ്യൽ മീഡിയ വഴി. ഇനി 6 മാസത്തേക്ക് ഇറങ്ങത്തില്ല, 3 മാസത്തേക്ക് ഇറങ്ങത്തില്ല, കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ, ഇരിക്കട്ടെ, നിൽക്കട്ടെ, എന്തൊക്കെയായിരുന്നു. അപ്പോഴും ഞാനും വിചാരിച്ചത് ഇനി വേറെ എന്തെങ്കിലും ഇതിനകത്ത് ഇട്ടിട്ടുണ്ടോ FIR, നമുക്കറിയത്തില്ലല്ലോ എന്താ ഇവരിടുന്നതെന്നോ എന്തോ വേറെ വിഷയങ്ങൾ വല്ലതും ഉണ്ടോന്നൊന്നും. പക്ഷെ ഒന്നുമില്ല, സൈബർ കേസായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി പടക്കം പൊട്ടിച്ചവരൊക്കെ പടക്കമൊക്കെ ഇപ്പൊ മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. രാവിലെ തന്നെ ഈ പറയുന്ന സന്ദീപ് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാക്കി സന്ദീപ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്ദീപ് തന്നെ വീഡിയോ ഇട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുക. നിങ്ങൾ ഈ കണ്ടന്റ് പിടിക്കാതിരിക്കുക. എത്രയോ കണ്ടന്റുകൾ വേറെ കിടക്കുന്നു. എല്ലാ റിയാക്ഷൻ വീഡിയോസുകാരും ചെയ്യുന്നത് രേണുസുതിക്ക് എഗൻസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ തെറ്റുകൾ, നിങ്ങൾ ഈ കാണിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു അപരാധമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. രേണുസുതിക്ക് എഗൻസ്റ്റ് ആക്കി അങ്ങ് എടുക്കുകയാണ് ആര്? രേണുസുതിയുടെ കൂടെ നിൽക്കുന്നവർ. അത് അവർക്ക് അവരുടെ ചാനൽ വളർത്താൻ വേണ്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് നമ്മൾ അങ്ങ് കളയുക, ഈ ടോപ്പിക്ക് കളയുക. എത്രയോ ടോപ്പിക്ക് കിടക്കുന്നു. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോസ് ഇപ്പൊ ഈ സന്ദീപിനെ പോലെ തന്നെ കുറെ പേരുടെ പേര് മെൻഷൻ ചെയ്തൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഇന്നയാളെ അറസ്റ്റ് ചെയ്യണം, ഇന്നയാളെ പിടിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അവരുടെ എല്ലാം ചാനല് നല്ല റീച്ചുള്ള ചാനലാണ്. ഈ രേണുസുതിയുടെ വിഷയം കൊണ്ട് മാത്രം റീച്ചായ ചാനലൊന്നും അല്ല. രേണുസുതിയുടെ ഇഷ്യൂ ഇല്ലെങ്കിൽ അവരുടെ ചാനലൊക്കെ ഓടും. അപ്പൊ നിങ്ങൾക്ക് 100 കണ്ടന്റുകൾ വേറെ കിടപ്പുണ്ട്. മാന്യമായി അതെടുത്ത് പ്രതികരിച്ച് മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളോ ഒന്നും അല്ല. പക്ഷെ എനിക്കിതിൽ നിന്ന് മനസ്സിലായതാണ്, നമ്മൾ ബൂസ്റ്റ് ചെയ്യും തോറും അവർ ബൂസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ ബൂസ്റ്റ് ആവുന്നതിന്റെ കൂടെ നിങ്ങൾ നെഗറ്റീവ്, നമ്മൾക്ക് ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന ആളാണ്. അപ്പൊ നമ്മളെപ്പോഴുള്ളവർ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഈ പറയുന്ന രേണുസുതിയെ കുറിച്ച് പറഞ്ഞാൽ നമ്മളെ ഇവരെല്ലാം കൂടെ ചേർന്ന് നെഗറ്റീവ് ആക്കി നമ്മൾ സമൂഹത്തിൽ കൊള്ളാത്തവരാക്കി കളയും. അങ്ങനെ ഒരു ടീം ഇപ്പൊ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് പ്രതികരിക്കാതിരിക്കുക. റിയാക്ഷൻ വീഡിയോസുകാർ തന്നെയാണ് ഈ രേണുസുതിയെ വളർത്തിയത്. അതുപോലെ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോസുകാർ ഈ കണ്ടന്റ് എടുക്കാതിരിക്കുക. ഈ പറഞ്ഞ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവർ എടുത്തോട്ടെ. അവർ ചെയ്ത് 3-4 വീഡിയോ ചെയ്ത് ആരും കാണാതൊക്കെ ആകുമ്പോൾ അവർ നിർത്തിക്കോളും. നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു പറയുമ്പോഴല്ലേ അവർക്ക് പിന്നെയും കണ്ടന്റ് കിട്ടുന്നത്. നിങ്ങൾ മിണ്ടാതെ ആ കണ്ടന്റ് എടുക്കാതെ മറ്റുള്ള കണ്ടന്റുകൾ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു കാരണവശാലും എടുക്കാതിരിക്കുക. എനിക്ക് സന്ദീപിനെ അറിയില്ല കേട്ടോ. എനിക്ക് സന്ദീപിനെ നേരിട്ട് പരിചയം പോലും ഇല്ല. ഞാൻ സന്ദീപിന്റെ വീഡിയോ കാണാറുണ്ട്. മാന്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കൂടുതലും തെളിവുകൾ നിർത്തി മാത്രമേ സംസാരിക്കാറുള്ളൂ. ആ കഥകൾ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. 1-2 വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ കഥകൾ ഇപ്പൊ അതിനകത്തില്ലെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ അത് എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. പോലീസുകാർ പറഞ്ഞിട്ടായിരിക്കാം, ഡൗൺ ചെയ്തതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ആ കഥ ഞാൻ കേട്ടു. പക്ഷെ അതിനകത്ത് ഒരു മനുഷ്യനെയും മെൻഷൻ ചെയ്യുന്നില്ല, ഒരു വാർഡേയും പേരും പറയുന്നില്ല. പക്ഷെ അതിന് മുമ്പുണ്ടായ കോൺട്രവേഴ്സി ചേർത്ത് വായിക്കുന്ന കുറച്ച് പേര് അത് ഇന്ന ആളാണെന്ന് വറ്റിത്തീർത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.